ഇനിയിപ്പോ മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മൊജ്തബ ഖമനയെ തിരഞ്ഞെടുത്തതിൽ എന്തു സംഭവിക്കുമെന്ന് കാണാം എന്ന് മാത്രം പ്രതികരണം നടത്തിയിരിക്കുകയാണ് ട്രംപ്. ഇസ്രായേലി മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം. സംഘർഷം എപ്പോൾ അവസാനിപ്പിക്കണമെന്നത് താനും നെതന്യാഹുവും ചേർന്ന് തീരുമാനിച്ച് എല്ലാം പരിഗണിച്ച് ശരിയായ സമയത്തൊരു തീരുമാനമെടുക്കുമെന്നും ട്രംപ് പറഞ്ഞു. അനുപമ ശ്രീദേവി നമുക്കിപ്പം ചേരുന്നു. അനുപമ, ഇപ്പം ഈ ഖമനയുടെ പിൻഗാമി ആരായിരിക്കും എന്നതിൽ തീരുമാനം വന്നതിന് ശേഷം നമ്മൾ കുറച്ച് നേരത്തെ സംസാരിക്കുകയും ചെയ്തു. ഇതിനിപ്പം ട്രംപിന്റെ ഒക്കെ ഒരു നിലപാട് എന്തായിരിക്കും? അമേരിക്ക ഈ വിഷയത്തെ അംഗീകരിക്കുമോ? ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഖമനയുടെ ഏത് പിൻഗാമി വന്നാലും വേട്ടയാടി പിന്തുടരും എന്നുള്ള കാര്യം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനത്തിൽ എങ്ങനെയാകും ഇവരുടെയൊക്കെ പ്രതികരണം എന്ന് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രതികരണം വന്നിരിക്കുന്നു. എന്ത് മനസ്സിലാക്കണം അനുപമ? എങ്ങനെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം? ചെയ്തു നേരത്തെ തന്നെ ഈ ഖമനയുടെ പിൻഗാമി ആര് എന്നുള്ള കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു ഇടപെടൽ ആവശ്യമാണ്. അമേരിക്ക തീരുമാനിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സ്വീകാര്യനായ ഒരാളെ ഖമനയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കണമെങ്കിൽ മാത്രമേ ഇറാന് ഒരു നല്ല ഭാവി ഉണ്ടാകുകയുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു ട്രംപിന്റെ മുൻ പ്രസ്താവനകളെല്ലാം. തീർച്ചയായിട്ടും തനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു പങ്കാളിത്തം തന്നെ വേണം ഇക്കാര്യത്തിൽ നിന്നായിരുന്നു ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇറാനും അമേരിക്കയ്ക്കും ഇസ്രയേലിനും വെല്ലുവിളിയായിക്കൊണ്ട് ഖമനയുടെ മകനെ തന്നെ പിൻഗാമിയായി നിശ്ചയിക്കുന്ന ഒരു തീരുമാനത്തിൽ ഇറാനിലെ പുരോഹിത സഭ കടക്കുന്നത്. ഇന്നലെ കോമിൽ ചേർന്ന ഈ ഉന്നത പുരോഹിത സഭയാണ് 88 അംഗ കൗൺസിലാണ് ഈ മൊജ്തബ ഖമനയെ പിൻഗാമിയായി തിരഞ്ഞെടുത്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ ഖമനയുടെ തന്നെ യാഥാസ്ഥിതികവാദത്തെ പിന്തുടരുന്ന അല്ലെങ്കിൽ ഈ മൗലികവാദത്തെ വിശ്വസിക്കുന്ന ഒരു യാഥാസ്ഥിതികനായിട്ടുള്ള ഒരാളിലേക്ക് തന്നെ വീണ്ടും ഈ പരമോന്നത നേതാവെന്ന പദവി എത്തുകയാണ്. ഈ അമേരിക്കയെ സംബന്ധിച്ചും ഇസ്രയേലിനെ സംബന്ധിച്ചും തീർത്തും അസ്വീകാര്യമായിട്ടുള്ളൊരു തീരുമാനമാണിത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് ഈ വൈകിയുള്ള ട്രംപിന്റെ പ്രതികരണവും അതുപോലെ തന്നെ ഒറ്റ വാക്കിൽ ഇത് എവിടെ ചെന്നെത്തുമെന്ന് കാണാമെന്നുള്ള ഒരു ഒറ്റ വാക്കിലെ പ്രതികരണവും അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലൂടെയുള്ള ഒരു അസ്വീകാര്യത തന്നെയാണ് വ്യക്തമാക്കുന്നതെന്ന് പറയണം. അമേരിക്ക ഈ പറയുന്ന പോലെ നേരത്തെ തന്നെ ഈ ഖമനയുടെ പിൻഗാമിയെ തീരുമാനിക്കുന്നത് അമേരിക്കയല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സ്വീകാര്യനല്ലെങ്കിൽ പ്രതികരിക്കും അല്ലെങ്കിൽ ആക്രമിക്കും എന്നുള്ളൊരു നടപടിയെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ മൊജ്തബ ഖമനയെക്കുറിച്ച് ട്രംപ് നേരത്തെ പറഞ്ഞ ലൈറ്റ് വെയിറ്റ് എന്നുള്ളൊരു വിശേഷണമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു തീരുമാനമായിരിക്കും അത്. ഈ മുസ്തഫയെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കുന്നത് ഒട്ടും ഇറാന് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ആയിരിക്കില്ല എന്നുള്ള നിലയ്ക്കായിരുന്നു ട്രംപ് മുൻപ് പ്രതികരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇസ്രയേൽ ആയാലും ഈ ആയത്തുള്ള അലി ഖമനയുടെ മകൻ പരമോന്നത നേതാവാകുന്നതിനെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു നടപടിയാണ്. ഈ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയ്ക്ക് തന്നെ പ്രതികരണങ്ങൾ ഇനിയും കൂടുതൽ വരേണ്ട സമയം കൂടിയാണ്. നമ്മൾ ഇനിയിപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൂടിയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ലോക നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടും എന്നുള്ള കാര്യം കൂടി അറിയണം. അത് ഇറാൻ അനുകൂല രാജ്യങ്ങളടക്കം ഈ വിഷയത്തിലെ പ്രതികരണങ്ങൾ കൂടി അറിയേണ്ട സമയമാണ്. അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ബഹ്റൈനിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. 32 പേർക്ക് പരിക്കേറ്റു എന്ന വാർത്ത വരുന്നു. അതിന്റെയും കൂടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ പറയാം. ബഹ്റൈനിൽ 32 പേർക്ക് ഒരു പരിക്കേറ്റിരുന്ന ഒരു സാഹചര്യം. മനാമിക്ക് സമീപമുള്ള ഒരു ദ്വീപിൽ ഉണ്ടായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിലായി 32 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൽ കുട്ടികളുണ്ട്. 2 മാസം പ്രായമുള്ള ഒരു ചെറിയ കുട്ടി, ഒരു 17 വയസ്സുള്ള മറ്റൊരു കുട്ടി, 2 കുട്ടികളടക്കമാണ് 32 പേർക്ക് പരിക്കേറ്റത്. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണെന്നാണ് ബഹ്റൈൻ്റെ ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഖത്തർ, കുവൈറ്റ്, മറ്റ് UAE അടക്കമുള്ള മേഖലകളിലെല്ലാം ആക്റ്റീവായിട്ട് സജീവമായി തന്നെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ആക്രമണങ്ങളെല്ലാം ചെറുക്കുകയാണ് ചെയ്യുന്നത്. ഈ മേഖലയിലെ മുഴുവൻ വ്യോമ പ്രതിരോധവും ശക്തമായിട്ട് ഈ ആക്രമണങ്ങളെ ചെറുക്കുന്നുവെന്നാണ് ഈ ഗൾഫ് അറബ് മേഖലകളിലെ രാജ്യങ്ങളെല്ലാം ഏറ്റവും പുതുതായി നൽകുന്ന വിവരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇസ്രായേലിലെ ഹൈഫയും ടെൽ അവീവും ഉൾപ്പെടെ